Hello everyone. ഇന്ന് നമ്മുടെ കൂടെ അവർ ഇന്ത്യ ഫൗണ്ടേഷന്റെ ജനറൽ സെക്രട്ടറി പി സലീം ഉണ്ട്. സോ വി വിൽ ആസ്ക് ഹിം എവറിത്തിങ് അബൌട്ട് അവർ ഇന്ത്യ ഫൗണ്ടേഷൻ. സോ എങ്ങനെയാണ് അവർ ഇന്ത്യ ഫൗണ്ടേഷൻ തുടങ്ങിയത് ആൻഡ് എന്തായിരുന്നു ഈ ഒരു ജേർണിയിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ? അവർ ഇന്ത്യ ഫൗണ്ടേഷൻ നമ്മൾ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് തീരുമാനിച്ചുറപ്പിച്ച് തുടങ്ങിയതല്ല. നമ്മളെ മുമ്പിലൊരു കാരണം പെട്ടെന്നുണ്ടാവുന്നു, അതിനോട് വളരെ പോസിറ്റീവായി കൺസ്ട്രക്റ്റീവായി നമ്മൾ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. 2013 UP മുസഫർ നഗറിൽ ഒരു വലിയ കലാപം നടക്കുന്നുണ്ട്. ഒഫീഷ്യൽ കണക്കനുസരിച്ചിട്ട് 60 ആളുകളും അൺഒഫീഷ്യൽ കണക്കനുസരിച്ചിട്ട് 102 ആളുകളും കൊല്ലപ്പെട്ട ഭീകരമായ ഒരു കലാപമാണ്. അപ്പൊ അതിനെ തുടർന്ന് ഒരു റിലീഫ് ആൻഡ് റിഹാബിലിറ്റേഷൻ പർപ്പസ് വെച്ച് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അവിടെ ചെല്ലുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് വയനാട് മുസ്ലിം ഓർഫനേജ് WMO എന്ന് പറയുന്നത്, WMOനെ റെപ്രസെന്റ് ചെയ്ത് ഞങ്ങളൊരു 5 അംഗ സംഘം കലാപം കഴിഞ്ഞൊരു 4 മാസം കഴിഞ്ഞതിന് ശേഷം അവിടെ പോവാണ്. ഞങ്ങളുടെ പേർപ്പസ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഏത് കലാപത്തിന്റെയും വിക്ടിംസ് സ്ത്രീകളും കുട്ടികളും ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ വിക്ടിംസ് എന്നുള്ളത്. അപ്പൊ അവരിൽ കുട്ടികളെ കുറച്ച് പേരെ ഇവിടെ ഓർഫനേജിൽ കൊണ്ടുവന്ന് അവർക്ക് ഒരു എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഉറപ്പുവരുത്താം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞങ്ങളൊരു 5 അംഗ സംഘം ജനുവരിയിൽ അവിടെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് റെഫ്യൂജി ക്യാമ്പുകളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ വളരെ യാദൃശ്ചികമായി ഒരു ആളെ കാണേണ്ട ഇടവഴിയാണ്. അവിടെ ഒരു മദ്രസ സുലൈമാനിയ എന്ന് പറഞ്ഞിട്ട് ഒരു മദ്രസ റൺ ചെയ്യുന്നുണ്ട്. അതിന്റെ നടത്തിപ്പുകാരനാണ് മൗലാന അർഷദ് കാന്തലവി. അദ്ദേഹം ഞങ്ങളോട് ഇരുത്തി ദീർഘനേരം സംസാരിച്ചു. അദ്ദേഹമാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് കുറെ കുട്ടികളെ കേരളത്തിൽ കൊണ്ടുപോയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ടൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവില്ല. യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ചെയ്യേണ്ട പണി ഇവിടെ ഒരു നല്ല സ്റ്റാൻഡേർഡുള്ള ക്വാളിറ്റി ഉള്ള ഒരു സ്കൂൾ ചെയ്യുക. അതിവിടെ ഇല്ല. അപ്പോൾ ഒരു നല്ല സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ഒരിക്കലും എഡ്യൂക്കേഷനിൽ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ഹയർ എഡ്യൂക്കേഷന് പോകണമെങ്കിലും പിന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ നന്നാവണമല്ലോ. അപ്പോൾ അവിടെയുള്ള സ്കൂൾ അവന്യൂസ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു എഡ്യൂക്കേഷനോട് വലിയ താല്പര്യമില്ലാത്ത പാരൻസ് ഈ ഒരു കാരണം കൊണ്ട് കുട്ടികളെ പ്രത്യേകിച്ച് അയക്കുന്നില്ല. അതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ കുട്ടികളെ അയച്ചു തുടങ്ങുകയും ക്രമേണ ഇതിൻ്റെ ഒരു ചിത്രം മാറും. പിന്നോക്കാവസ്ഥനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അതിൻ്റെ കോറിൽ ചെന്നിട്ടാണ്. അല്ലാതെ ഇതേപോലെയുള്ള തൊലിപ്പുറത്തുള്ള പരിപാടികളെല്ലാം മൂപ്പര് കൃത്യമായി ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട് മുസ്ലിം ഓർഫനേജ് എന്ന് പറയുന്നത് അതിൻ്റെ കാര്യങ്ങൾ തന്നെ നടത്താൻ പ്രയാസപ്പെട്ടു പോകുന്ന ഒരു NGO ആണ്, ഒരു സ്ഥാപനമാണ്. അതേസമയം ഇത് ചെയ്യേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ള ആ പരിപാടി നിർത്തിവെച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അദ്ദേഹത്തോട് കോഴിക്കോടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇവിടെ കോഴിക്കോട് വന്നു. കോഴിക്കോട്ടുള്ള ഒരു ഗ്യാതറിങ്ങിന്റെ മുമ്പാകെ ഈ ഒരു കാര്യം വളരെ വൃത്തിക്ക് മൂപ്പൻ അവതരിപ്പിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന ഏതാണ്ട് 50ഓളം ആളുകളുണ്ട്. ഞങ്ങൾ ചെന്ന 5 ആളുകൾക്ക് ബോധ്യപ്പെട്ട കാര്യം ഈ കോഴിക്കോടുള്ള 50 ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ പിന്നെ അത് ഞങ്ങളുടെ എല്ലാവരെയും ഒരു കൂട്ടുത്തരവാദിത്വം പോലെ വന്നു. അങ്ങനെ നമ്മൾ തുടർന്നുള്ള ആഴ്ചകളിലൊക്കെ കോഴിക്കോട് ഇരിക്കും, കൂടുതൽ ആളുകൾ പങ്കാളികളാവും. അങ്ങനെ മെല്ലെ മെല്ലെ ആണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്. നേരത്തെ ഒരു തീരുമാനിച്ചുറച്ചൊരു സാധനമല്ല, വളരെ ജെന്യുവിനായ ഒരു ആവശ്യത്തിന് വളരെ ഓർഗാനിക് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ആണ് അവർ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ NGO നമ്മൾ ഫോം ചെയ്യുന്നത്. 2014 ജനുവരിയിലാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. 2014 മെയ്യിലാണ് നമ്മൾ ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫൗണ്ടേഷന്റെ കോർ പർപ്പസ് എന്താന്ന് ചോദിച്ചാല് വാട്ട് വുഡ് ബി യുവർ ആൻസർ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എംപവർമെന്റ് എന്ന് പറയാം. എംപവർമെന്റ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 4 ഡൊമൈനാണ് ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ, ഒന്ന് ഹെൽത്ത് കെയർ, വേറൊന്ന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, 4ാമത് ലൈവ്ലിഹുഡ്. ഈ 4 കാര്യങ്ങളെ ടച്ച് ചെയ്തുകൊണ്ടുള്ള എംപവർമെന്റ് ആണ്. ഈ 4 ബേസിക് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞല്ലോ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ലൈവ്ലിഹുഡ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പം ഈ ഒരു 4 പോയിന്റ്സിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള എന്തായിരുന്നു റീസൺ?
അത് നമ്മളൊരു പറയലുണ്ടല്ലോ, വളരെ എല്ലാവരും പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നിങ്ങള് പിന്നെ ഒരാൾക്കൊരു മീൻ കൊടുത്താൽ ഒരു നേരത്തെ വിശപ്പ് മാറും, അതേസമയം അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ പിന്നെ അയാൾ ഒരിക്കലും വിശക്കൂല, നിങ്ങൾക്ക് ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇത് തന്നെയാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചൊരു സാധനം. അപ്പം എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കൂടിയിട്ട് ഒരു അറിയാലോ, എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം നമ്മൾ പറയണ്ടല്ലോ. എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കൂടിയിട്ട് ഒരു ഇൻഡിവിജ്വലും ഒരു സൊസൈറ്റിയും എത്രമാത്രം എംപവേർഡ് ആവുമെന്ന് നമുക്ക് അറിയാം. ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്, നോർത്തിലുള്ള ഹെൽത്ത് കെയറിന്റെ ചിത്രം എന്ന് പറയുന്നത് അതിദയനീയമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം വളരെ ശോചനീയമായ പിക്ചറുണ്ട്. അപ്പം അതിലൊരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതില്ലാതെ നമ്മൾ അവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ശൂന്യത, ഒരു വിടവ് അവിടെ കിടക്കും എന്നുള്ളതുകൊണ്ടാണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല, സൊസൈറ്റി ആസ് എ ഹോൾ അവരുടെ ഒരു അവയർനെസ്, അവരുടെ ഒരു എന്താ പറയുക, അവരുടെ പ്രയോറിറ്റീസ്, അതിനൊക്കെ ടച്ച് ചെയ്യണം എന്നുള്ള രീതിയാണ്. ടച്ച് ചെയ്യുകയും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതിനെ പോസിറ്റീവായി മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ പാരൻസിന്, ജനറൽ പബ്ലിക്കിന് ഒക്കെ പല അർത്ഥത്തിലുള്ള അവയർനെസ് പ്രോഗ്രാം ഒക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതിൽ ഇപ്പം ഞങ്ങൾ അവിടെ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ഫീൽഡ് സ്റ്റഡി നടത്തി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ടിസ്സിൽ എംഫിൽ ചെയ്യുന്ന ഒരാളുടെ ഒരു പ്രോജക്റ്റാണ്. അവരുടെ കോഴ്സിൻ്റെ ഭാഗമായി അവർ ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് നമ്മളൊരു ഫീൽഡ് സ്റ്റഡി ആക്കി മാറ്റി. അപ്പോൾ ആ ഫീൽഡ് സ്റ്റഡിയിൽ നമ്മൾ കണ്ടെത്തിയതെന്ന് വെച്ചാൽ, നമ്മളുടെ അവിടെ വർക്ക് ചെയ്യുന്ന കാന്തലയിലെ മൊഹല്ല ഹൈൽ എന്ന് പറയുന്ന ഒരു മുനിസിപ്പൽ വാർഡാണ്. ആ വാർഡിലെ 530 വീടുകളിൽ സർവേ നടത്തി. അപ്പോൾ 530 വീടുകളിൽ സർവേ നടത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ടച്ച് ചെയ്തില്ല. നമുക്കാകെ അറിയാണ്ടായിരുന്നത് എൻറോൾമെൻറ്റ് റേറ്റ് ആൻഡ് ഡ്രോപ്പ് ഔട്ട് റേറ്റ്. അപ്പോൾ 2014 നടത്തിയ സർവേൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഷോക്കിംഗ് ആണ്. അത് നടത്തിയത് കൊണ്ട് നമ്മൾക്ക് ബോധ്യം ചെയ്യുന്നല്ല, അത് കേട്ട് കഴിഞ്ഞാൽ ഒരാൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള രീതിയിൽ ഷോക്കിംഗ് ആണ്. 28% ആണ് എൻറോൾമെൻറ്റ് റേറ്റ്. 28% എന്ന് വെച്ചാൽ 72% ആളുകൾ സ്കൂളിൽ ചേരുന്നില്ല. 6 വയസ്സായ കുട്ടികൾ ചേരുന്നില്ല. ഈ ചേരുന്ന 28%ൻ്റെ 92% ഡ്രോപ്പ് ഔട്ടാണ്, 10ാം ക്ലാസ് ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പം കഴിഞ്ഞ ഒരു 10-12 വർഷം കൊണ്ട് നമ്മൾ 2021 വീണ്ടും ഒരു സർവേ നടത്തി. ഈ സർവേ നടത്തിയപ്പോൾ എൻറോൾമെൻറ്റ് റേറ്റിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പറയുന്നത് ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്, പ്രയോറിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്, അവർ കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ നമ്മൾ നടത്തുന്ന പലതരത്തിലുള്ള ഇടപെടലിന് അതിനൊരു പങ്കുണ്ട്. പിന്നെ ലൈവ്ലിഹുഡ് ഓഫ് കോഴ്സ് നമ്മൾ ആളുകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ്. സോ എന്തായാലും മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിന്റെ കൂടെയാണ് യു വർക്കിംഗ് ക്ലോസ്ലി. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യാറ്? ഇപ്പം നമ്മൾ എഡ്യൂക്കേഷനാണല്ലോ നമ്മുടെ ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം എഡ്യൂക്കേഷനിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ മലയാളികൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയില്ല. എൻ്റെ ഒരു അസസ്മെൻറ്റിൽ കേരളം ഇന്ന് എത്തി നിൽക്കുന്നതിൻ്റെ ഒരു 60 കൊല്ലം പിന്നിലാണ് അവിടെ ഇപ്പോഴത്തെ അവസ്ഥ. 60 കൊല്ലം പിന്നിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അവരുടെ പ്രയോറിറ്റിയിൽ വളരെ താഴെ നമ്പറാണ്. 4-ാമത്തോ 5-ാമത്തോ പ്രയോറിറ്റിയാണ് എഡ്യൂക്കേഷൻ. നമുക്കൊക്കെ നമ്പർ 1 ആണെങ്കിൽ അവർക്ക് 4-ാമത്തോ 5-ാമത്തോ പ്രയോറിറ്റിയാണ്. അപ്പോൾ നമ്മളെ സ്കൂളിൽ വരുന്ന കുട്ടികൾ ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സാണ്. വലിയ മഹാഭൂരിപക്ഷം കുട്ടികളും ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സാണ്. എന്ന് വെച്ചാൽ അവരുടെ പാരൻസ് ഈതർ ഇല്ലിറ്ററേറ്റ് ഓർ ലീസ്റ്റ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭീകരമായ അറ്റൻഡൻസ് ഷോർട്ടേജാണ്. 70% താഴെയാണ് ആവറേജ് അറ്റൻഡൻസ്. 70% താഴെ എന്ന് പറയുമ്പം ചില കുട്ടികളിലൊക്കെ അറ്റൻഡൻസ് 40%-ലും താഴെയാണ്. അപ്പോൾ ചാലഞ്ചസ് എന്ന് ചോദിക്കുമ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന കുട്ടികളുടെ ഈ അറ്റൻഡൻസ് ഷോർട്ടേജ്, അതേപോലെ നമ്മളൊരു പാരൻസ് മീറ്റ് വിളിക്കുന്നു. പാരൻസ് മീറ്റ് വിളിക്കുമ്പോൾ നമ്മളൊരു 10 മണി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 10:30 വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പക്ഷേ 100% പാരൻസ് പോയി ഒരു 40% പാരൻസ് വരില്ല. വരുന്ന ആളുകൾ തന്നെ വെച്ച് നമ്മൾ എഫക്റ്റീവായിട്ട് മീറ്റിംഗ് തുടങ്ങുന്നത് 11:30 to 12 o'clock.
അപ്പോൾ ഈ അർത്ഥത്തിൽ അവർ ഓൺ ചെയ്യുന്നില്ല. ഒരു ഓണർഷിപ്പ്, ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിന് അവർ ഓൺ ചെയ്യുന്നില്ല. പ്രയോറിറ്റീൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ചാലഞ്ചസ് എന്ന് ചോദിക്കുന്നത്, ഇപ്പോൾ സ്കൂളിലെ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് പോവർട്ടി. ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, മെന്റാലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ചേർന്നതാണ് ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത്. കാശില്ലാത്തത് കൊണ്ട് ഒരു സൊസൈറ്റി ഒരാളോ ബാക്ക്വേർഡ് ആവില്ല. കാശുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ബാക്ക്വേർഡ് അല്ലാതാവില്ല. ഇത് ഞങ്ങൾ മണ്ണിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഓൾ ഓഫ് എ സഡൻ നടക്കൂല. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്കുള്ളൊരു സന്തോഷം എന്താന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. അതിനൊരുപാട് പണി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ രംഗത്തും ഉണ്ടാവും. ഹെൽത്ത് കെയർ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ അവിടെ 2 ക്വാളിഫൈഡ് ഡോക്ടർമാരെ വെച്ചൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. പക്ഷെ ആളുകൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ക്വാക്സ് എന്ന് വിളിക്കുന്ന ഈ വ്യാജ വൈദ്യന്മാരാണ് നമ്മുടെ ഡോക്ടർമാരെക്കാൾ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് സമയമെടുക്കും മാറി വരാൻ, പക്ഷെ മാറുന്നുണ്ട്.